അനിലിനെ പറ്റി പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒരു തെറ്റിദ്ധാരണയില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. മസ്താനി എന്താണ് ഭയങ്കരമായിട്ട് അതിൽ ഉപദ്രവിച്ചോ? കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ലക്ഷ്മി എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. മസ്താനിക്ക് പോലും ഒരു ഷുവർ അല്ലാത്തൊരു കാര്യം ലക്ഷ്മി എത്ര ട്രിഗർ ചെയ്യാനുള്ള കാര്യം എന്താണ്? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അല്ല, എന്താണ് പെട്ടെന്ന് ട്രിഗർ ചെയ്യാനുള്ള കാരണം? ഭയങ്കരമായി പൊട്ടിത്തെറിച്ചു. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. എന്താണ് 50 സെന്റിമീറ്ററോ? കേരളത്തിലെ ഏത് ബസ്സിലാണ് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും കൂടുതൽ മോശമായ പദപ്രയോഗം നടത്തുന്ന ആളിപ്പോ ലക്ഷ്മിയാണ്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. നിനക്ക് സഭ്യതയോട് സംസാരിച്ചൂടെ കുട്ടാ? കുടുംബത്തിൽ കേട്ടാൽ കൊള്ളാത്തവര്, നാണമുണ്ടോ നിനക്ക്? നാണം. നല്ല കുടുംബത്തിൽ ജനിക്കാത്തവര്. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അനിൽ, ലക്ഷ്മി പുരുഷന്മാരോട് എല്ലാവരും മാപ്പ് പറയണം. മാപ്പ് പറയണം. ചെയ്തു പോയ തെറ്റിന് പരസ്യമായി മാപ്പ് പറയണം. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. മാപ്പ് മാപ്പ് മാപ്പ്.